പെട്ടെന്ന് കണ്ടാൽ ശരിക്കും നിങ്ങൾ ചൈനയിലോ വേറെ ഏതോ രാജ്യത്താന്ന് തോന്നിയപ്പം ഇത് മറ്റൊന്നുമല്ല കേട്ടോ. എൻ്റെ പൊന്നാര ചെങ്ങൈമാരെ മുത്തുമണികളെ അസ്സലാമലൈക്കും. കണ്ടില്ലേ, രണ്ട് സൈഡിലും പച്ചപ്പിൽ നിറഞ്ഞ, അതായത് അതിൻ്റെ സെൻറ്ററിൽ കൂടിയ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി മുകളിലൊക്കെ പോകുമ്പോൾ ഞെട്ടിക്കുന്ന അതാ ആ കണ്ടില്ലേ, അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. അത് തന്നെ ഇന്ത്യയിലെ നമ്പർ 1. കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ശരിക്കും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുക കേട്ടോ. ഞെട്ടിക്കുന്ന കാഴ്ചകൾ, അതായത് കണ്ണിന് കുളിർമയുന്ന അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെ പറയാം. ഇത് വേറെ ഇടയിലെ നമ്മളെ വയനാട്, അതായത് വയനാട് ജില്ലയിൽ തന്നെ കേട്ടോ. അതായത് വൈത്തിരി ചുരം കയറിയപാട് റൈറ്റ് സൈഡിൽ വിശാലമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ശരിക്കും പുറം രാജ്യത്ത് എവിടെ എത്തിയപ്പെട്ട പണ്ട് നമ്മൾ ചൈനയ്ക്കൊക്കെ പോകേണ്ടത്, ഇത് നമ്മളെ ശരിക്കും ഇന്ത്യയിൽ, അതായത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഭവം. ശരിക്കും ഞെട്ടി. ഇത് കണ്ടില്ലേ, മറ്റൊന്ന് വെച്ചാൽ അതിൻ്റെ മറ്റൊരു വെറൈറ്റി, ഇതൊന്നും ഞാൻ ഇന്നേ വരെ കണ്ടില്ല. അതായത് എനിക്കൊക്കെ ഒരു യൂട്യൂബിലൊക്കെ കണ്ടു എന്നല്ലാതെ അല്ലാതെ നേരിട്ടൊരു അനുഭവം. അതായത് 100 അടി 150 അടി ഹൈറ്റ് ഏതാണ്ടുണ്ടാവും, അതിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് എടുത്തെറിയുക. അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കൂടിയും ഇൻസ്റ്റാഗ്രാമിൽ കൂടി കണ്ടോ. അത് ശരിക്കും നിങ്ങളെ കൺമുമ്പിൽ ശരിക്കും ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കണ്ടുവരുന്ന, അതും വെറൈറ്റി ആയിട്ട് കണ്ടില്ലേ. രണ്ട് സൈഡ് കൂടി അവിടെ കയറുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തിൽ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് അതിമനോഹരമായിട്ട് നടന്നിട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡ് അയക്കേണ്ട അക്കാണ് ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്കൊരു ചായ കുടിക്കാനുള്ള സെറ്റപ്പ്, അതായത് നമ്മളെ മക്കൾ തന്നെയാണ്, അത് അജുവൊക്കെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ചെറുത് ഏതോതിലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതും അടിപൊളി വൈബാണ്. ശരിക്കും ഇതൊക്കെ കാണാൻ നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ട് കാണുക. അത്ര സുന്ദരമായിട്ടുള്ള ഇതും അടിപൊളി സെറ്റപ്പ് തന്നെ. പിന്നെ മറ്റൊന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വെറൈറ്റി ആയിട്ട് റൈറ്റ് സൈഡിൽ, അതായത് കുട്ടിയൊക്കെ കളിക്കാനും അതിൻ്റെ തൊട്ട് താഴത്ത് ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡും താഴേക്ക് ചെറിയ റോപ്പുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്ന ഒരു ചെറിയ സ്റ്റേഡിയം പോലത്തെ ആൾക്കാർക്ക് ഇരുന്ന്, അതായത് അവിടെ പ്രോഗ്രാമുകളൊക്കെ നടക്കുക, അതായത് സ്റ്റേജ് ഷോ പ്രോഗ്രാമുകളൊക്കെ. അങ്ങനത്തെ അടിപൊളി സെറ്റപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആസ്വദിക്കാമെന്നല്ലാതെ ഒരു നഷ്ടവും വരുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇവിടെ വരിക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, അതിമനോഹരമായിട്ടുള്ള ഗ്ലാസ്, അതിൻ്റെ താഴെ നോക്കിയാൽ വേറെ വൈബാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ തേയിലത്തോട്ടങ്ങളൊക്കെ ദൂരെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന സെറ്റപ്പിൽ, അതും ലൈറ്റിൽ കുളിച്ചെടുക്കുക. ഇതിൻ്റെ പ്രത്യേകത തന്നെ ലൈറ്റ് കൊണ്ടാണ്. വേറൊരു ലോകത്തൊക്കെ എത്തിപ്പെട്ടപ്പോൾ നോക്കും. നൈറ്റ് ഇങ്ങോട്ടായപ്പം പറയണ്ട. മറ്റൊരു വെറൈറ്റി എത്തിയാൽ ഇതിൻ്റെ രണ്ട് സൈഡിലായിക്കൊണ്ട് ഊഞ്ഞാൽ, അതായത് ഒരു 50 അടി ഹൈറ്റിൽ കണ്ടില്ലേ, റോപ്പ് കൊണ്ട് കെട്ടി ബാക്കോട്ട് വലിക്കുന്ന ആ രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത് ബാക്കിലിങ്ങോട്ട് എത്തിയാൽ കേട്ടോ, അവിടാണ് ശരിക്കും ഞെട്ടിപ്പോണത്. മറ്റൊന്നുമില്ല, ആ ബാക്കിൽ നിന്ന് ഇതിങ്ങോട്ട് വിട്ടാൽ ശരിക്കും നമ്മളിങ്ങനെ വായുവിൽ നിന്ന് ഊഞ്ഞാലാടാന്നറിയില്ല. അതും അത്ര ഹൈറ്റിലാണ് നോക്കണം. അത് 50 അടി ഹൈറ്റിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ. അത് തന്നെ രസമാണ്. ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ശരിക്കും ഇത് സേഫ്റ്റി ഒന്നും അല്ലെങ്കിൽ കണ്ടില്ലേ, എന്താ ആ ലൈറ്റിലൂടെ ഇങ്ങോട്ട് കുളിച്ചിരിക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു ഭംഗി. ഇതൊന്നും കണ്ടില്ലേ പിന്നെ ഏതാ നമ്മളൊക്കെ വന്ന് കാണുക. അപ്പോൾ ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യട്ടെ, മറ്റുള്ളവരോട് ഈ വിശേഷങ്ങൾ അറിയട്ടെ. കാരണം ഒരുപാട് ആളുകൾ ഇതറിയാണ്ട്, ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറഞ്ഞ മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരിലേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ എത്തിയോ നിങ്ങൾ ഒഴുകിയെത്തുക ഇവിടേക്ക്. ഒരു ഈദ് പ്രോഗ്രാം കൂടി ആയതുകൊണ്ട് ഇവിടെ നല്ലോണം ജനങ്ങളുണ്ട്. കണ്ടില്ലേ, താഴ്ഭാഗം ഞാൻ പറഞ്ഞില്ലേ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ, അതിൻ്റെ തൊട്ട് താഴത്ത് ഗ്ലാസ് ആണെങ്കിൽ അടിപൊളി. കണ്ടോലൊക്കെ കണ്ണ് തള്ളിപ്പോകുന്ന വെച്ചാൽ ശരിക്കും കണ്ണ് തള്ളുന്ന കാഴ്ചകൾ തന്നെ. അത്രയും സുന്ദരം. കാരണം ഇതൊക്കെ നമ്മൾ പണ്ട് ചൈനയിലൊക്കെ ഉണ്ട് കേട്ടിക്കുന്നല്ലാണ്. പിന്നെ ചൈനയെ പോലൊക്കെ കാണാം, അല്ല നമുക്കൊന്നും കാണാനുള്ളൊരു അവസരമല്ലല്ലോ. അല്ലെങ്കിൽ ചൈനയിൽ ഇതൊക്കെ കാണാനായിട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് നമ്മളെ കൊച്ചു കേരളത്തിൽ ഇങ്ങോട്ട് എത്തിയ, അപ്പോൾ അതിൻ്റെ ഒരു വൈബ് വേണം. പിന്നെ ലൈറ്റിലൂടെ ഇങ്ങോട്ട് കുളിച്ചെടുക്കുമ്പോൾ വേറൊരു ലോകത്തെത്തിപ്പോണം. അതുപോലെ തന്നെ കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഇതിൻ്റെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. രണ്ട് സൈഡിലായിക്കൊണ്ട് ചെടികൾ, ചെറിയതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് അതിസുന്ദരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഗ്ലാസിൻ്റെ താഴെ നോക്കിയാൽ താഴ്ഭാഗത്ത് ഈ ഗ്രൗണ്ടുകളൊക്കെ കാണാം, പറഞ്ഞ പച്ചപ്പൊക്കെ. അപ്പോൾ ഇത് പിന്നെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻഡിൽ ഒരു കൊട്ട മോഡൽ ടൈപ്പിൽ, അതാണ് ഇതിൻ്റെ എൻഡ്. അവിടെ നോക്കിയാൽ നല്ലൊരു തണുത്ത കാറ്റും അതുപോലെ തന്നെ ഒരു തണുത്ത ഫീലിംഗ്, അതിൻ്റെയൊക്കെ വൈബ് വേറെ. അപ്പോൾ ഈ കാണേണ്ടില്ല, താഴെ റോഡാണ്. റോഡിനൊക്കെ ഒരുപാട് വണ്ടികൾ അതുപോലെ തന്നെ കടന്നു പോകുന്നുണ്ട്. പിന്നെ റൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും, അതായത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, കുട്ടികൾക്ക് കുളിക്കാനും അതിൻ്റെ തൊട്ട് താഴത്ത്. പിന്നെ ആ സ്വിമ്മിംഗ് പൂൾ തന്നെ അത് കുറച്ച് നൈറ്റും കൂടി ആയപ്പോൾ വേറെ ഒരു വൈബ് തന്നെ, അതായത് ലൈറ്റും കൂടി ഇങ്ങോട്ട് കത്തിയപ്പോൾ ശരിക്കും
സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ. ലൈറ്റിൽ ഇങ്ങനെ കുളിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കുക, നിങ്ങളിവിടെ വന്ന് കാണുക എന്നല്ല, ശരിക്കും നിങ്ങൾക്ക് കണ്ടാൽ അത്രക്കും കണ്ട് ആസ്വദിക്കാൻ മാത്രമാണ്. പിന്നെ നൈറ്റ് കുറച്ചും കൂടി ഇങ്ങോട്ട് കഴിയുമ്പോഴാണ് ശരിക്കും ഒരു ഇഷൽ നൈറ്റ് പ്രോഗ്രാം കൂടിയാണ് പൊളി. അപ്പോൾ ഇതും കൂടി ഇങ്ങോട്ടായപ്പോൾ വേറെ ലൈറ്റിലും കൂടി കുളിച്ച് കണ്ടോ, ലൈറ്റിൽ മോൾ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ, ശരിക്കും ലൈറ്റിലൂടെ ഇങ്ങോട്ട് കുളിച്ചൊക്കെ ബ്രിഡ്ജ് വേറെ ലെവലല്ല. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കുക, നിങ്ങളൊക്കെ ഫാമിലി ആയിട്ട് ഇവിടെ വരിക, ഇതൊക്കെ ആസ്വദിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ പറയും, നമസ്കാരം.